സുഹൃത്തുക്കളെ, വീണ്ടും മിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഗ്രിൽഡ് ചിക്കൻ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന രീതിയിലല്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വാദിഷ്ടമായ വേറെ മസാലകൾ കെമിക്കലും ചേർക്കാതെ നല്ല ഗ്രിൽഡ് ചിക്കൻ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ മീറ്റാണ്. കോഴി നമ്മുടെ കോഴി കറി കഷ്ണത്തെക്കായും കുറച്ചുകൂടി വലുതാക്കിയിട്ട് നുറുക്കുക. ഒരുപാട് വലുപ്പമായി കഴിഞ്ഞാൽ എൻ്റെ മസാലകളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഒരു കറി വെക്കണേക്കായും കുറച്ചുകൂടി വലുപ്പത്തിൽ ഒരു 1.5 കിലോ മീറ്റ് ഇവിടെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് അതിൻ്റെ മസാല ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 3 ചില വലിയ വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു 5-8 പച്ചമുളക്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മസാലകൾ ചേർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. സുഹൃത്തുക്കൾ, നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് മസാല തിരുമ്മി വയ്ക്കാൻ ഒരു ചെരുവത്തിലേക്ക്, വട്ടച്ചെരുവത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആദ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഉപ്പ് പാകത്തിന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് നോക്കുക. ഉപ്പ് പാകത്തിന് ചേർക്കണം. ഉപ്പ് കൂടുതലാവരുത്. ഞാനൊരു സ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത്. ഉപ്പ് പോരായി പിന്നീട് ചേർക്കാം. പിന്നീട് എരിവ് ഓരോരുത്തരുടെ പാകത്തിനാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർക്കണം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എരിവാണ് ചേർക്കുന്നത്, മുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ കുരുമുളക് പൊടിച്ചതാണ്, അത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാലകൾ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചിക്കൻ മസാല കുറച്ച് ചേർത്ത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കൂടും. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയുടെയും അത് ചേർക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ പേസ്റ്റ് കൂടി ഇതിനകത്ത് ചേർക്കുക. ഇനി ഈ ചിക്കനും മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും യോജിക്കണം. നന്നായിട്ട് മസാലകളെല്ലാം നമുക്കിനകത്തേക്ക് പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു ലേശം വിനാഗിരി ഒഴിക്കുക. നമ്മുടെ നാടൻ ചൊറുക്കയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഞാനിവിടെ ചുരുക്കമില്ലാത്തതുകൊണ്ട് ഞാൻ ലേശം വിനാഗിരി, ഒരു സോഫ്റ്റാൻ വേണ്ടിയിട്ടാണ് ലേശം വിനാഗിരി ഒഴിക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 ചെറുനാരങ്ങ നീര് നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞ് വയ്ക്കണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കണം. ഉപ്പും എരിവൊക്കെ ഉപ്പ് പാകത്തിനിടുക. എരിവ് അവനവൻ്റെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടി, കുരുമുളക് പൊടിക്ക് കൂടുതൽ ചേർക്കുക. നല്ലവണ്ണം മിക്സിങ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. തട്ടിപ്പൊത്തിച്ചിട്ട് ഒരു 2 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ അടിയിൽ വയ്ക്കുക. 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്നൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഗ്രിൽഡാക്കാൻ. ഓക്കെ.
സുഹൃത്തുക്കളെ, നമുക്ക് അൽഫാം നമ്മൾ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ മുമ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അൽഫാമിൻ്റെ ഒരു അടപ്പുണ്ടാക്കാനാണ്. അടപ്പെന്ന് വെച്ചാൽ കരിയുടെ ഒരു അടപ്പുണ്ടാക്കണം. നമുക്ക് ഗ്രില്ല് ചെയ്യണ ഒരു അടപ്പാണിത്. അത് ഞാനോട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭിത്തിയോട് ചോദിച്ചിട്ട് ഇതുപോലെ 2 ഹോളോ പീസ് വയ്ക്കുക. 2 ഹോളോ പീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഗ്രില്ല് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഗ്രില്ലിൻ്റെ വലുപ്പം അനുസരിച്ച് ഒരു അകലം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കരി ഇടണം. കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അൽഫാമിൻ്റെ കരി നമുക്ക് പുറമേ നിന്ന് കടകളിൽ മേടിക്കും കിട്ടും. അപ്പോൾ ഞാൻ ഈ കരിയാണ് എടുത്തേക്കണേ. ഈ കരി ഒന്ന് കത്തിച്ച് നമ്മളൊരു ഇത് കരി തീ ആവണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. അതിൻ്റെ കനൽ കറക്റ്റായിട്ട് വരണമെങ്കിൽ ഒരു അരമണിക്കൂർ. അത് അഡ്വാൻസ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് അൽഫാം ചെയ്യണതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഈ തീ കത്തിക്കണം. ഇതിലേക്ക് എന്തെങ്കിലും ചറ്റപ്പുളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് തീയുടെ കനലോട്ട് കത്തിക്കണം. അൽഫാമിൻ്റെ തീ കത്തി പിടിച്ചു വന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാ കനലിലേക്ക് എല്ലാ കരിയിലേക്ക് കയറി പിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എന്തെങ്കിലുമൊരു വിശറി പോലെ എന്തെങ്കിലും അല്ലെങ്കിൽ അടിച്ചു വാരി കൊണ്ടോ ഒക്കെ ശരിക്കും ഇങ്ങനെ ഒന്ന് കാറ്റ് വേറെ ഇങ്ങനെ ഊതി കൊടുക്കുക. എങ്കിലാണ് കനൽ ശരിക്കും പറയാം എല്ലാ രീതിയിലും കത്തി പിടിച്ചിട്ടുള്ളൂ. ഈ എല്ലാ കരിയും കത്തി പിടിച്ച് കനലാവണം, എങ്കിലാണ് അതിൻ്റെ ചൂട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീശി കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഇങ്ങനെ വീശി കൊടുക്കണം, എങ്കിലാണ് ഈ കരിയിലേക്ക് ഈ തീ കനൽ കയറുള്ളൂ. ഇതെല്ലാം കത്തി പിടിച്ച് വേണം, എല്ലാം കനലാവണം, എന്നിട്ടാണ് അൽഫാം ചെയ്യാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ 2 മണിക്കൂർ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നമ്മൾ എടുത്ത് വെച്ച ഒരു ചിക്കനാണിത്. ഫ്രിഡ്ജിലെടുത്ത ചിക്കനാണ്. ഫ്രിഡ്ജിൻ്റെ അടിവശത്ത് ഒരുപാട് സ്റ്റിക്കാവായ രീതിയിൽ ഇത് കണ്ട ഈ പരുവത്തിൽ ഏകദേശം ചിക്കൻ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഇനി ഗ്രില്ല് വെക്കണം. ഗ്രില്ല് ആക്കി നമുക്ക് ചുടണം. ഞാൻ വാങ്ങിച്ചിട്ട് ഗ്രില്ല് ഇതാണ്. നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം ഒരുവിധം വലിപ്പമുള്ള ഗ്രില്ലാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ഗ്രില്ലാണ്. നമുക്ക് ചിക്കനിലേക്ക് ഇനി ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രില്ലിൽ പെട്ടെന്ന് ചൂട് ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. വെന്തിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് ശരിക്കും ആകിരണം ചെയ്യും ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ. അല്ലെങ്കിൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു 100 ഗ്രാം 150 ഗ്രാം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. കൈ കൊണ്ട് ഇളക്കിയാലും മതി. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഇളക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ എല്ലാ സ്ഥലത്തും യോജിക്കണം. സുഹൃത്തുക്കളെ, വെളിച്ചെണ്ണ തിരുമ്മിയ ചിക്കനാണ്. നമ്മളൊരു 100 ഗ്രാം 150 ഗ്രാം വെളിച്ചെണ്ണ തിരുമ്മിയുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് ഈ ചിക്കൻ ഒന്ന് പറക്കി വയ്ക്കാം. പറക്കി വയ്ക്കുമ്പോൾ നമ്മൾ നോക്കണം, എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വെക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ആവറേജ് പീസാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കറി പീസിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അകത്തി വെക്കണം, എങ്കിലാണ് ചിക്കൻ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ ഓരോ പീസുകൾ നമ്മൾ ഇതുപോലെ അകലത്തിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഗ്രില്ലിലേക്ക് വയ്ക്കാം, അടുപ്പിലേക്ക് വയ്ക്കാം. ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുക. അകത്ത് വെച്ചിങ്ങനെയാണ് നമ്മൾ ചിക്കൻ പെട്ടെന്ന് വേവുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ്റെ എല്ലാ ഭാഗവും വെന്ത് കിട്ടില്ല. ഏകദേശം മതിയാവും. അതിനുശേഷം നമ്മൾ ഈ ഗ്രില്ല് ഇങ്ങനെ അടയ്ക്കുക. ഇതിൻ്റെ ഒരു ചെറിയ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ഇടുക. ലോക്ക് ഇങ്ങനെ കയറ്റി ഇടണം. ലോക്ക് തുറക്കുമ്പോഴും ഇടുമ്പോഴും ശ്രദ്ധിക്കണം, ഊരുമ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ കറക്റ്റ് ടൈറ്റായി. ഇനി നമുക്ക് ഈ ഗ്രില്ല് അടുപ്പിലേക്ക് വയ്ക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രില്ല് അടുപ്പിൻ്റെ കരി ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ തീയായിട്ട് കത്തരുത്, ഇങ്ങനെ കനലായിട്ട് നിൽക്കണം. ഞാനിങ്ങനെ ഏകദേശം കനലായിട്ടുണ്ട്. നമ്മളിത് ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇരുമ്പിൻ്റെ പീസ് വെക്കണം. ഈ
ഗ്രില്ല് ചെയ്യുന്ന ഇത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ 2 പീസ് എടുക്കാം. പീസ് എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കാം. ഏകദേശം 2 കഷ്ണം ഈ സ്ക്വയർ പീസിൻ്റെ ഇരുമ്പ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചിക്കൻ എല്ലാം നമ്മുടെ ആ കനലിൻ്റെ ഭാഗത്തേക്ക് വരണം കുറച്ചുകൂടി മാറ്റി വയ്ക്കാം. ഇനി കനൽ ഇങ്ങനെ ആയി പയ്യിരുന്ന് വന്നോളൂ. അപ്പോൾ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും നമ്മൾ വെക്കണം. ഈ അടിയിലേക്കുള്ള ഭാഗം മുകളിലേക്ക് തിരിച്ച് വെക്കണം. എങ്കിലാണ് ചിക്കൻ വേവുള്ളൂ. തിരിച്ചും മറിച്ച് വെച്ചാലാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചും മറിച്ച് നമ്മൾ ചിക്കൻ വെക്കണം. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 30 മിനിറ്റ് വേണ്ടിയല്ല, ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം ചിക്കൻ പാകമാവും. ഗ്രില്ല് ചിക്കൻ പാകമാവും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെക്കണം. ഇതിപ്പോൾ ഞാൻ വെച്ചുള്ളൂ, അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, അവിടെ ഗ്രില്ല് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടണം, മറിച്ച് വെക്കണം. എങ്കിലാണ് അത് വെന്ത് കിട്ടുള്ളൂ. ഏകദേശം കണ്ട് ഈ പരിവായിട്ട് ഏകദേശം പരിവായിട്ട് ആയിട്ടില്ല, എന്നാലും ഈ നടുഭാഗമാണ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തും തീ വരണുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് മറിച്ച് വയ്ക്കാം. ഏകദേശം എന്നിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ച് വെക്കണം. ഏകദേശം ഒരു വെന്ത് കിട്ടുന്ന ഒരു പരുവുണ്ട്. ആ സമയം വരെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം മറിച്ച് തിരിച്ച് വെക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രില്ല് തിരിച്ച് മറിച്ച് വെച്ച് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട്. ഏകദേശം എല്ലാ ചിക്കനും വെന്തിട്ടുണ്ട്. നമുക്കിതിന് ഇത് അടുപ്പൊന്ന് മാറ്റാം. ഏകദേശം തിരിച്ച് മറിച്ച് വെക്കണം. ഞാൻ പറഞ്ഞ ഇതിലൊരു 10 മിനിറ്റ് അറിയുമ്പോൾ മറിച്ച് വെച്ചാലാണ് ഈ രൂപത്തിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഏകദേശം ചിക്കനെല്ലാം ഒരുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കുക. ബാക്കിയുള്ള ചിക്കൻ കൊണ്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുക. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ പുറമേ കടയിൽ പോയി നമുക്ക് വിശ്വാസമില്ലാത്തതിൽ കഴിക്കേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. സിമ്പിളാണ്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ നോക്കണം. നന്നായിട്ട് കണ്ടോ, ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ചിക്കൻ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഗ്രിൽഡ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. സിമ്പിളാണ്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. മറ്റുള്ള പുറമേ ഇടുന്ന മാതിരി മസാലകൾ എന്തൊക്കെയാണ് ചേർത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടാക്കുമ്പോൾ നമുക്ക് 100% നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.